ഒരുപക്ഷേ നമ്മുടെ വീടിനുള്ളിലേക്ക് ഗ്യാസ് കയറ്റുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ ഒരു വലിയ അപകടത്തെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എന്താണ് LPG എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം. എല്ലാവർക്കും ലിമിറ്റ്ലെസ് ലിവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീടിനകത്തേക്ക് കയറ്റുന്നതിന് മുൻപ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മളൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഗ്യാസിന് എക്സ്പയറി ഡേറ്റ് ഇല്ല, പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒന്ന് എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള ഗ്യാസിൻ്റെ അനുപാതം, എത്ര കിലോ ഗ്യാസ് അതിലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടറിൻ്റെ വെയിറ്റ്, അത് 3 കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് 3ഉം നമ്മളൊന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അതായത് എക്സ്പയറി ഡേറ്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഗ്യാസിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാവും നമ്മുടെ ഏജൻസികൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മളത് വീണ്ടും പരിശോധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളെ നമ്മളെ വെട്ടിക്കാനൊന്നും അത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു കാര്യം. അപ്പോൾ നമ്മളെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ABCD എന്നുള്ള 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ 2 അക്കം അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABCD എന്നുള്ള 4 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തെ 4 ക്വാഡ്രന്റുകളായിട്ട് തിരിച്ചിട്ടുള്ള 3 മാസങ്ങളെയാണ്. അതായത് A എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 3 മാസങ്ങളെയാണ് A എന്നുള്ള ഒരു ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ B എന്നുള്ളത് അടുത്ത 3 മാസം, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ 3 മാസങ്ങളെയാണ് B എന്നുള്ള ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ലെറ്ററും ഓരോ അക്ഷരങ്ങളും ഓരോ 3 മാസത്തെയാണ് എന്നുള്ളതാണ്. അതായത് D എന്നുള്ളത് ഡിസംബർ വരെയുള്ള 3 മാസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തത് വർഷമായിരിക്കാം. 28 എന്നാണെങ്കിൽ 27 എന്നാണെങ്കിൽ 29 എന്നാണെങ്കിൽ 2029, അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സിലിണ്ടർ നമ്മുടെ വീടിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ സേഫ്റ്റി വാൽവ്, അതായത് നമ്മുടെ ഒരു സിലിണ്ടർ തുറന്ന് നമ്മൾ ആ ഒരു ക്യാപ്പ് എന്ന് പറയും, അതിൻ്റെ ഒരു ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ക്യാപ്പ് ഒന്ന് ഊരി നോക്കിയിട്ട് മാനുഫാക്ചർ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറ്റുന്നതാണ് നല്ലത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ 2 വിധത്തിൽ അതിൽ ലീക്ക് വരാം. ഒന്ന്, അതിൻ്റെ ഒരു സേഫ്റ്റി വാൽവ്, അതല്ലെങ്കിൽ ആ ഒരു നോബ് എന്തെങ്കിലും പൊടി അടഞ്ഞുകൊണ്ട് ചെറിയ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലീക്ക് വരാം. അത് ജസ്റ്റ് ഒരു പേന കൊണ്ട് അമർത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു വീട്ടമ്മയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അവർ മാത്രമാണ് ആ ഒരു ഗ്യാസ് കഴിഞ്ഞ് വീണ്ടും റീകണക്ട് ചെയ്യുന്നത് എങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒരു അറിവില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർ പാനിക് ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ആദ്യം ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, അതിൻ്റെ വാഷർ ലൂസ് ഉള്ളത് കൊണ്ടോ വാഷറിന് ഡാമേജ് ഉള്ളത് കൊണ്ടോ ഒരുപക്ഷെ ലീക്ക് വന്നേക്കാം. ഈ 2 കാര്യങ്ങൾ മാനുഫാക്ചർ ഡിഫക്റ്റ് കൊണ്ടുണ്ടാവുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതാദ്യം നമ്മുടെ വീടിനുള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ആ ഒരു ആളോട്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയോട് സേഫ്റ്റി വാൽവ് അതല്ലെങ്കിൽ ആ ഒരു ക്യാപ്പ് തുറന്ന് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിച്ചാൽ പിന്നീട് ഒരുപക്ഷെ നമ്മൾ പാനിക് ആവാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലാണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ സേഫ്റ്റി വാൽവ് തുറന്ന് 2 ലീക്കേജുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഗ്യാസ് ലീക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തന്നെ നമ്മൾ അതിന് സേഫ്റ്റി വാൽവ് അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻ. അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുകയാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒരുപക്ഷെ ഗ്യാസിൻ്റെ അടിഭാഗം, അതായത് നമ്മൾ വിസിബിളായിട്ട് കാണാത്ത ഏറ്റവും ഗ്യാസിൻ്റെ അടിഭാഗം ഒന്ന് ചെരിച്ച് അതിനെന്തെങ്കിലും എക്സ്പയർ ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അതിലൂടെ ലീക്ക് വരാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ല. ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിൻഡ്രംസ്, ആ ഒരു ചെറിയ ലീക്കും അതിനോടനുബന്ധിച്ചൊരു കളറും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ വീടിനകത്തേക്ക് കയറ്റുന്നതിന് മുൻപ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ, ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ചിലപ്പോൾ വീട്ടിൽ അവയർനെസ് ഉള്ള, അതല്ലെങ്കിൽ ഈ ഒരു വാഷ് മാറ്റാനോ ഈ ഒരു പേന കൊണ്ട് ചെറിയൊരു ഡോട്ടിട്ട് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീക്ക് അവിടെ നിൽക്കും. ഇതൊന്നും ചെയ്യാനോ അറിയാത്തൊരു വീട്ടമ്മ മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അവർ പക്ഷേ
പാനിക് ആവാൻ ഒരു പക്ഷേ അപകടത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളെ വീട്ടിനകത്തേക്ക് കയറ്റുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപകടങ്ങൾ കുറയ്ക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഗ്യാസ് വീടിനകത്തേക്ക് കയറ്റി ഇനി അടുത്തുള്ള പ്രിക്കോഷൻസ്, അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗ്യാസ് കണക്ട് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഗ്യാസ് കുറ്റി വയ്ക്കേണ്ട, സിലിണ്ടർ വയ്ക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതിന് ഒരു അപകടം ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യും. അപ്പോൾ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഗ്യാസിനോട് സംബന്ധിച്ച് 2-3 വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള അപകടങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളൊക്കെ ചെറുക്കാനായിട്ട് നമ്മൾ ഭാഗഭാക്കാവുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.